പത്മകുമാർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് ദൈവതുല്യൻ, മന്ത്രിയാണ്, അത് മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഇവർ തന്നെ പാടി നടപ്പുണ്ടല്ലോ, അരി ദൈവം എന്നൊക്കെ പറഞ്ഞാണല്ലോ പിണറായി വിജയനെ പാടി പുകഴ്ത്തിയത്. ഇനി പത്മകുമാർ കമ്മ്യൂണിസ്റ്റ് അല്ല, വിശ്വാസിയാണെങ്കിൽ അത് തന്ത്രിയാണ്. അപ്പൊ തന്ത്രിയും മന്ത്രിയും ചേർന്ന ഒരു കോളിയേഷൻ ആണോ ഇതിന് പിന്നിൽ എന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്റ്റാൻഡ്, ഞങ്ങളുടെ ടേക്ക്, തന്ത്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്ത് ഈ അന്വേഷണത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആയതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളെയും അങ്ങ് മുക്കിക്കളഞ്ഞ് അതിന്റെ പിന്നണിയിലൂടെ മന്ത്രി അങ്ങ് രക്ഷിച്ചു കളഞ്ഞേക്കാമെന്ന് SITക്കോ ആ SITയുടെ മേൽ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ ആ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കുന്ന P ശശിക്കോ ആ P ശശിയുടെ ഉടയതമ്പുരാൻ സാക്ഷാൽ പിണറായി വിജയനോ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞങ്ങൾ കോൺഗ്രസ് പറയുന്നത് ഇപ്പോഴും അന്വേഷണത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ബാഹ്യ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് തന്ത്രി അറസ്റ്റിലായിട്ടുള്ളത് എന്നാണോ? അല്ല, ആ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയിലിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPMന്റെ വക്താക്കൾ, ഈ ചർച്ചയിൽ വരുന്ന ഡോക്ടർ ഗോപൻ അടക്കം വിവിധ ചാനലുകളിൽ ഞാനടക്കം പങ്കെടുക്കുന്ന ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം പറഞ്ഞത് ഇത് തന്ത്രിയിലേക്ക് പോകും, നിങ്ങൾ കണ്ടോളൂ, ദൈവതുല്യരാരാണ് എന്ന് അപ്പോ അറിയാം, അപ്പോ ഒന്നും പറയരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ SITയുടെ നീക്കം എങ്ങനെയാണ് CPM നേതാക്കൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവർക്കിത് ചോർന്നു കിട്ടുന്നത്? രണ്ടാമത്, പോറ്റിയെ കേറ്റിയത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് നിങ്ങൾ പാടിയില്ലേ, അത് കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ എന്ന് പാടേണ്ടി വരും. അടൂർ പ്രകാശ് അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്നായിരുന്നു ഇവരുടെ രണ്ടാമത്തെ വാദം. അപ്പൊ അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുത്തു എന്ന കണക്കിന് വാർത്ത വരുന്നതിന് മുമ്പാണത്. അപ്പൊ SITയുടെ അത്തരത്തിലൊരു നീക്കം, അല്ലെങ്കിൽ SIT അങ്ങനെ ഒരു നീക്കം നടത്താൻ പോകുന്നു എന്ന കാര്യത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് ഈ ഇടതു വക്താക്കൾക്ക് നേരത്തെ അറിയാൻ സാധിക്കുന്നത്? അപ്പൊ SITയുടെ ടീമിൽ നിന്ന് വാർത്തകൾ ചോരുന്നുണ്ട്. അവരുടെ വളരെ കോൺഫിഡൻഷ്യലായ ഇൻവെസ്റ്റിഗേഷൻ മൂവുകൾ എങ്ങനെയാണ് LDF നേതാക്കൾക്ക്, LDFന്റെ സ്പോക്ക് പേഴ്സൺസിന് നേരത്തെ അറിയാൻ സാധിക്കുന്നത്? SIT തീരുമാനമെടുക്കുന്നതിന് 3 ദിവസം മുമ്പേ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയാൻ സാധിക്കുന്നത്? തന്ത്രിയെ സംരക്ഷിക്കാനൊന്നും ഞങ്ങളില്ല, തന്ത്രി തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹവും ശിക്ഷിക്കപ്പെടണം. അയ്യന്റെ സ്വർണം കക്കാൻ നോക്കിയ, അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം എന്നുള്ളതല്ല, ഇത് ക്ഷേത്രക്കൊള്ളയാണ്, സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ലഘൂകരിക്കാൻ പാടില്ല. അയ്യന്റെ വസ്തുവായിട്ടുള്ളത് ഓടാണെങ്കിലും പിത്തളയാണെങ്കിലും അതിനുള്ളത് ആന്റിക് വാല്യൂ ആണ്, സ്വർണത്തിനേക്കാൾ വലിയ വാല്യൂ ആണ്, ഡയമണ്ടിനേക്കാൾ വലിയ വാല്യൂ ആണ്. ഇത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞതുപോലെ സുഭാഷ് കപൂർ മോഡലിലുള്ള ഒരു ക്ഷേത്രക്കൊള്ളയാണ്. ക്ഷേത്രത്തെ ആകെ അടിച്ചോണ്ട് പോയി പകരം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രതിഷ്ഠിച്ച കൊള്ളയാണ്. ആ കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ ദൈവപ്രശ്നത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു, അങ്ങനെ വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾക്ക് പങ്കുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം, അയാൾ ചോദ്യം ചെയ്യപ്പെടണം, അയാൾ വിചാരണ ചെയ്യപ്പെടണം. എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായ അന്വേഷണ ഘട്ടത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നോക്കൂ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ CPMനെതിരെ ആയുധമാക്കിയത്, അല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കാരണമായി എന്ന് കരുതുന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. പക്ഷെ തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങിയതോടെ CPMന് അതൊരു വലിയ പിടിവലി ആയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദിവ്യയുടെ ഇൻട്രോയിൽ ദിവ്യ ഏറ്റവും അവസാനം ചോദിച്ചത് പോറ്റിയെ കേറ്റിയത് ആരപ്പ എന്ന പാട്ട് കോൺഗ്രസിന് തിരിച്ചടിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പോറ്റിയെ കേറ്റിയതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഉള്ളിൽ കിടക്കുന്ന 4-5 പേരാണ്. അതിൽ 3 പേർ പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കളാണ്. ഒരാൾ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, അവിടുത്തെ LC മെമ്പറായിട്ടുണ്ടായിരുന്ന N വാസുവാണ്. രണ്ടാമത്തെ ആൾ കോന്നി MLAയും നിലവിലെ പത്തനംതിട്ട CPM DC-യുടെ മെമ്പറുമായിട്ടുള്ള പിണറായി പക്ഷത്തെ കുന്തമുനയായ VS പിണറായി പക്ഷ പോരിന്റെ കാലത്തെ കുന്തമുനയായിരുന്ന പത്മകുമാറാണ്. മൂന്നാമത്തെ ആൾ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPM സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വിജയകുമാറാണ്. അങ്ങനെ നോക്കൂ, ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും, ഈ കേസിൽ ഇന്ന് ഉള്ളിൽ കടന്ന് ഉണ്ട തിന്നുന്നതിൽ ബഹുഭൂരിപക്ഷവും CPMന്റെ പ്രധാനപ്പെട്ട കീ ഹോളിൽ ഇരുന്നിരുന്ന നേതാക്കളാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ്. അപ്പൊ എങ്ങനെയാണ് ആ പാട്ട് തിരിച്ചടിയാവുന്നത്? കോൺഗ്രസിന്റെ ആരെങ്കിലും ഒരാൾ സംശയത്തിന്റെ നിഴലിലേക്ക് എങ്കിലും വന്നിട്ടുണ്ടോ? ഇവരൊക്കെ ഇങ്ങനെ വെറുതെ പാട്ട് നടക്കുന്നു എന്നല്ലാതെ, പാണന്റെ പാട്ട് പോലെ CPMകാർ ഇങ്ങനെ പാട്ട് നടക്കുന്നു എന്നല്ലാതെ അന്വേഷണ സംഘത്തിന് പോലും കോൺഗ്രസിന്റെ മേൽ ഒരു വെളിച്ചം വീശാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോ എന്തിനാണ് CPMകാർക്ക് ഇത്രമാത്രം സന്തോഷമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അവരെന്തോ അയ്യോ ഇത് തന്ത്രി അറസ്റ്റ് ചെയ്തേ, മുഴുവൻ തന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ പത്മകുമാർ ഉള്ളിൽ കിടക്കുന്ന എന്തിനാണ്?
എൻ വാസു ഉള്ളിൽ കിടക്കുന്നത് എന്തിനാണ്? CPM സെക്രട്ടേറിയറ്റ് അസോസിയേഷനെ മുൻ പ്രസിഡന്റ് ഉള്ളിൽ കിടക്കുന്നത് എന്തിനാണ്? അതിന്റെ ഉത്തരം പറയണ്ടേ? ഇപ്പൊ കൈകൾ ശുദ്ധമാണ് എന്നാണ് LDF കൺവീനർ ഇന്ന് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കൈകളൊക്കെ ശുദ്ധമാക്കി പത്മകുമാറും എൻ വാസുവും നാളെ രാവിലെ ജയിലിൽ വിതരണം ചെയ്യേണ്ട ചപ്പാത്തി കുഴയ്ക്കാൻ പോവുകയാണ് അവിടെ. ഇന്ന് വൈകിട്ട് നാളെ രാവിലെ വിതരണം ചെയ്യാനുള്ള ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി കൈ ശുദ്ധമാക്കി പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട സഖാക്കൾ ഉള്ളിൽ കിടക്കുമ്പോൾ ആ സഖാക്കളെ ഇതുവരെ പോലും തള്ളിപ്പറയാനോ പുറത്താക്കാനോ എന്തിനേറെ സസ്പെൻഷൻ എടുത്ത് താൽക്കാലികമായി മാറ്റി നിർത്താൻ പോലും തയ്യാറാകാത്തൊരു പ്രസ്ഥാനം തന്ത്രി അറസ്റ്റിലായപ്പോ ഇതാ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടെ എന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് കേരളത്തിലെ പൊതുമനസാക്ഷി അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, ഞാൻ വസന്തിലേക്ക് വരാം. ശ്രീ PK ഗോപൻ, നോക്കൂ, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനാണോ തന്ത്രി കണ്ഠര രാജീവര്? ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയും ഉന്നതർ ഇനിയും പിടിയിലാകാനുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. തന്ത്രിയിലേക്ക് അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ച അന്വേഷണം തന്നെ വഴിമാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന പ്രതികരണങ്ങൾ കൂടി വരികയാണ്. ഇതിപ്പോൾ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് അന്വേഷണം പോവുകയാണോ?